ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ദുൽഖർ സൽമാനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. കുറേ നാളായി ദുൽഖർ സൽമാനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞിട്ട്. ലക്കി ഭാസ്കറിന് ശേഷം പിന്നെ ദുൽഖർ സൽമാനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. ദുൽഖർ സൽമാൻ ഒരു പോക്ക് പോയാൽ പിന്നെ ഒന്നും അറിയില്ല. പിന്നെ കുറേ നാൾക്ക് വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു ഇപ്പോൾ ഈ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിൽ RDXൻ്റെ സംവിധായകനായ നവാസിൻ്റെ സിനിമയിൽ പുതിയ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, മലയാള സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നഹാസ് ഹിദായത്തിൻ്റെ സിനിമ. ഇപ്പോൾ ഇന്ന് 2 പോസ്റ്റുകൾ ദുൽഖർ സൽമാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആകാശ ലോകധാര എന്ന് പറഞ്ഞ സിനിമയുടെ പൂജ കാര്യങ്ങൾ, അതിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാന്ത എന്ന സിനിമയുടെ, 2 തെലുങ്ക് സിനിമകളാണ്. കാന്ത റാണ രഘുപതി കൂടി ചെയ്യുന്ന സിനിമയാണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ 2 സിനിമ, ഇപ്പോൾ കാന്തയും അതുപോലെ തന്നെ ആകാശ ലോകധാരിയും പിന്നെ RDXൻ്റെ നഹാസ് ഹിദായത്തിൻ്റെ പുതിയ സിനിമ, മലയാളം ആക്ഷൻ സിനിമ, ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. കൃത്യമായിട്ടൊരു രൂപരേഖ മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഈ സിനിമകളെല്ലാം ദുൽഖർ സൽമാൻ്റെ എന്തായാലും നമുക്കറിയാം, നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. മറ്റുള്ളൊരു നടനെയും നമുക്ക് അങ്ങനെ ധൈര്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ദുൽഖർ സൽമാൻ്റെ എല്ലാ സിനിമകളും നമുക്കൊരു എബോവ് ആവറേജ് അല്ലെങ്കിൽ ഒരു 60% മുകളിൽ ഉറപ്പിക്കാവുന്ന ഒരു നടൻ ദുൽഖർ സൽമാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ 3 സിനിമകളും നന്നാവട്ടെ അല്ലെങ്കിൽ വിജയിക്കട്ടെ എന്ന ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും.